ഹായ് ഓൾ. സി എസ് കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ? നിങ്ങളായാലും പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ കോഴ്സ് ചെയ്യുന്നത്, ഡിഗ്രി കഴിഞ്ഞിട്ടാണോ കോഴ്സ് ചെയ്യുന്നത്, കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് മുന്നേക്ക് കൊണ്ടുപോകുന്നത്, കോച്ചിങ് എടുക്കണോ, കോച്ചിങ് എടുക്കണ്ടയോ, എവിടെ കോച്ചിങ് എടുക്കണം, ഇനി അതല്ല എങ്ങനെയാണ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുക, ഇങ്ങനെ 100-ലധികം സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും. കാരണം ഇതിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടാം. ഇപ്പോൾ കോഴ്സിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. CSET ത്രൂ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻട്രി ആയിട്ടും ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ അതല്ല PG കഴിഞ്ഞവർക്കാണെങ്കിൽ ചെയ്യാം, LLB കഴിഞ്ഞിട്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ടുകളും ഉണ്ടാവും, കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഇതിൽ ഏതാണ് ബെറ്റർ എന്ന്. ഇന്ന് അതുപോലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കൺഫ്യൂഷനാണ്, അവരുടെ ഒരു ഡൗട്ടാണ് ഈ ആർട്ടിക്കിൾഷിപ്പ്, അതായത് ട്രെയിനിങ് 21 മന്ത്സ് വരുന്ന ആ ട്രെയിനിങ്, ലോങ് ടൈം ട്രെയിനിങ് എപ്പോഴാണ് ചെയ്യേണ്ടുന്നത്, അത് എവിടെ ചെയ്യുന്നതാണ് നല്ലത് എന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. നമുക്കെല്ലാം അറിയാം, CS കോഴ്സിൻ്റെ ഒപ്പം 21 മന്ത്സ് കമ്പൽസറി ട്രെയിനിങ് ആണ്. നിങ്ങളത് ഏത് കോഴ്സ് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിലും അത് കമ്പൽസറി ആയിട്ടും ചെയ്തേ പറ്റുള്ളൂ. എക്സംഷൻസ് ഒക്കെ കിട്ടുന്നവരുണ്ട് കേട്ടോ, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിനനുസരിച്ച് ഇതിനകത്ത് ചില എക്സംഷൻ കേസുകളൊക്കെ ഉണ്ട് നമുക്ക് ആർട്ടിക്കിൾഷിപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ യൂഷ്വലി നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടോ കോഴ്സ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഈ 21 മന്ത്സിന്റെ ലോങ് ടൈം ട്രെയിനിങ് എടുത്തേ പറ്റുള്ളൂ. ഇനി അതെപ്പോഴാണ് എടുക്കുക? പുതിയ സ്കീം അനുസരിച്ച് CS എക്സിക്യൂട്ടീവിന്റെ 2 മൊഡ്യൂൾസും, അതായത് 7 സബ്ജക്റ്റുകളും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് ഈ പറയുന്ന ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. എക്സിക്യൂട്ടീവ് കോഴ്സ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് കോഴ്സ് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ കോഴ്സ് കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് അതുകൂടി പഠിച്ച് എക്സാം എഴുതിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ആളുകളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്കൊരു ഒപ്പീനിയൻ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ പഠിക്കുന്ന ഫ്ലോയിൽ തന്നെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രൊഫഷണൽ കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആർട്ടിക്കിൾഷിപ്പിന് പോയാൽ മതി എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് പാരലലായിട്ട് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫൈനൽ കോഴ്സ് രജിസ്റ്റർ ചെയ്യുക, അതിനോടൊപ്പം തന്നെ ആർട്ടിക്കിൾഷിപ്പ് കൂടി സ്റ്റാർട്ട് ചെയ്യുക. ആർട്ടിക്കിൾഷിപ്പ് 21 മന്ത്സ് വരുന്ന സമയത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണലിന്റെ ബാക്കിയുള്ള ഈ 7 പേപ്പറുകളും പഠിച്ച് 2 മൊഡ്യൂൾസ് റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 2 മൊഡ്യൂൾ ഒരുമിച്ച് എക്സാം എഴുതണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ മൊഡ്യൂൾസ് ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് എക്സാം നിങ്ങൾക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടി പാരലലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾ പ്രൊഫഷണൽ കൂടി കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾഷിപ്പ് രജിസ്റ്റർ ചെയ്യാം എന്ന് വിചാരിക്കേണ്ടെന്ന ആവശ്യമില്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് പഠിക്കാൻ ആവശ്യത്തിന് സമയം കിട്ടും ഇതിൻ്റെ ഒപ്പം തന്നെ. 2015 അല്ലെങ്കിൽ 2015 എക്സിക്യൂട്ടീവ് പാസ്സാവുന്ന ഒരാളെ സംബന്ധിച്ച് 2015 തന്നെ അവർക്ക് ആർട്ടിക്കിൾഷിപ്പ് രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ കൂടെയുള്ള EDP മാത്രമാണ് നമുക്ക് അവിടെ കമ്പൽസറി ആയിട്ടും അറ്റൻഡ് ചെയ്യേണ്ടുന്നത്. അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആർട്ടിക്കിൾഷിപ്പ് രജിസ്റ്റർ ചെയ്യാം. അത് രജിസ്റ്റർ ചെയ്ത് 21 മന്ത്സ്, അത് ഏകദേശം 2 മാസം എന്ന് കൂട്ടിക്കും. അപ്പോൾ 2017 അവർക്ക് ആർട്ടിക്കിൾഷിപ്പും കംപ്ലീറ്റ് ചെയ്യാം, ഒപ്പം തന്നെ ഈ പറയുന്ന പ്രൊഫഷണലും കൂടി പഠിച്ച് എക്സാം എഴുതാൻ പറ്റും. ഇനി പ്രൊഫഷണൽ കൂടി കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എക്സിക്യൂട്ടീവിന് എടുത്ത പോലെ തന്നെ ഏറ്റവും മിനിമം 1 ഇയർ നിങ്ങൾ അതിനു വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിന് മാത്രം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് 2015 എന്നുള്ളത് എവിടെ എത്തി? 2016 2016 ശേഷമാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ 2017 പാസ്സാവില്ല, പകരം 2018 അത് എക്സ്റ്റെൻഡ് ആയി 1 ഇയർ കൂടി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കിട്ടാൻ നിങ്ങൾക്ക് ടൈം എടുക്കും എങ്ങനെ ചെയ്താലും. അപ്പൊ എപ്പോഴും ഇത് പാരലലായിട്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരുപാട് ഓപ്ഷൻസ് ആണ്, പക്ഷെ അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതുപോലെ തന്നെ ഇത് എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ CA ഫേമിൽ ചെയ്യുന്നത് പോലെ CA ഫേമിൽ കമ്പനികളിലല്ല, CA ഫേമിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അണ്ടറിലാണ് CAക്കാർ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നത്. CMA ആണെന്നുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കമ്പനികളിലെ ജോബ് പോലും നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ CS-നെ സംബന്ധിച്ച് നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നുകിൽ കമ്പനികളിൽ, അതായത് കമ്പനി സെക്രട്ടറി ഉള്ള കമ്പനികളിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ CS-ന്റെ ഫേമിൽ ഒരു CS-ന്റെ അണ്ടറിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് രജിസ്റ്റർ ചെയ്യാം. ഇതിൽ നല്ല ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്യൂർലി നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. രണ്ടിനകത്തും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒബ്വിയസ്ലി ഉണ്ടാവും. നിങ്ങളിപ്പോൾ സനാർട്ടിക്കൽ നിങ്ങളൊരു കമ്പനി സെക്രട്ടറിയുടെ അണ്ടറിൽ അതൊരു ഫെയിമിലാണ് കയറുന്നത് എന്നുണ്ടെങ്കിൽ ഫെയിമിൽ പലതരത്തിലുള്ള വർക്കുകൾ വരാം.
ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു എക്സ്പ്ലോഷർ കിട്ടാൻ നമുക്ക് സാധ്യതയുള്ളത് ഒരു ഫേമിൽ കയറുമ്പോഴായിരിക്കും. കാരണം ആ ഒരു ഫേമിൽ ഒരുപാട് കമ്പനികളുടെ വർക്കുകൾ നിങ്ങൾ ചെയ്തേക്കാം, ഒരുപാട് തരത്തിലുള്ള ഫയലുകൾ, ഒരുപാട് തരത്തിലുള്ള ഫയലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരു കമ്പനിയിൽ ഉണ്ടാവും, ഒരു ഫേമിൽ ഉണ്ടാവും. പക്ഷേ നല്ല രീതിക്കുള്ള ഒരു വർക്ക് പ്രഷർ നിങ്ങൾക്ക് ഉണ്ടാവാം. കാരണം അതിന് ടൈം ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. പക്ഷെ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ആ തരത്തിൽ നിങ്ങൾക്ക് അതുകൊണ്ട് അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് അവിടെ കിട്ടാതെ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും ഒരു കോർപ്പറേറ്റ് കൾച്ചർ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇതേ സമയത്ത് നിങ്ങളൊരു കമ്പനിയിലാണ് ജോബ് ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു വർക്ക് കൾച്ചർ പഠിക്കാൻ നിങ്ങൾക്കത് വളരെ നല്ലതായിരിക്കും. ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് അത്, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ കുറച്ചുകൂടെ കമ്പനി ആകുമ്പോൾ ഒബ്വിയസ്ലി കമ്പനിയുടെ ടൈമിങ് കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ രണ്ടിനകത്തും അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി സെക്രട്ടറിയുടെ ആർട്ടിക്കിൾഷിപ്പ് എവിടെയെങ്കിലും ഒരിടത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിന് സ്വിച്ച് ഓവർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തടുത്തേക്ക് ട്രാൻസ്ഫർ കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു 21 മാസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമ്പനിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫേമിലോ മാത്രമായിട്ട് നിൽക്കണം എന്നില്ല. നിങ്ങൾക്ക് കുറച്ച് നാളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് നോക്കുക, ദെൻ ഒരു ഫേമിലേക്ക് മൂവ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് രണ്ടും കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കമ്പനിയും അല്ലെങ്കിൽ ഫേമിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ സ്റ്റൈഫൻഡും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത്. എപ്പോഴും നല്ല വർക്ക് കിട്ടുന്നത്, ചില കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ തൊട്ടടുത്ത് ഏതെങ്കിലും കമ്പനി സെക്രട്ടറിയുടെ അണ്ടറിൽ കിട്ടുമോ എന്ന്. അങ്ങനെ കിട്ടാം, അങ്ങനെ പോരുത് എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ എപ്പോഴും നിങ്ങൾ വർക്ക് ഉള്ളത് എവിടെയാണ്, നിങ്ങൾക്കൊരു എക്സ്പോഷർ കിട്ടാനുള്ള പോസിബിലിറ്റി എവിടെയാണ് എന്ന് നോക്കുക. നല്ല ഫേമിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത് അല്ലെങ്കിൽ നല്ല കമ്പനികളിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത കുട്ടികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടാവാം. നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്തത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ല ഫേമുകൾ സെലക്ട് ചെയ്ത് ചെയ്യുക. അത് എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. എക്സിക്യൂട്ടീവ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രൊഫഷണലിലേക്ക് പോകുന്ന സമയത്ത് പ്രൊഫഷണലിന്റെ കുറേ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ഈ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാനും എളുപ്പം കിട്ടും. അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആക്ച്വലി കണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ആലോചിച്ച് അതിനകത്തൊരു തീരുമാനം എടുക്കുക. എൻ്റെ സജഷൻ ഇതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ബൈ.